നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തുള്ള മലയാളികളുടെ ഉറച്ച ശബ്ദം, മലയാളികളുടെ നീതിക്കായി ശബ്ദിക്കുന്ന ഉറച്ച ശബ്ദം, വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഉറച്ച പോരാട്ടത്തിൻ്റെയും ഉത്തമ പ്രതീകമായ ശ്രീമതി അജിത ജെ പിള്ള 2 വർഷങ്ങൾക്ക് മുമ്പ് രൂപം നൽകിയ പ്രസ്ഥാനം അശരണന് ആശ്രയവും മലയാളിയുടെ മനസ്സിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മലയാളിയുടെ സാന്ത്വനത്തിൻ്റെ പ്രതീകമായ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി പ്രവാസി നിവാസി ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഏക സംഘടനയായ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം VWMC ഓണം 2K25 എന്ന പേരിൽ തിരുവനന്തപുരം ശ്രീമൂലം റോയൽ ക്ലബ്ബിൽ മുൻ MP K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് R സന്തോഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി അരുൺ രവി സ്വാഗതം ആശംസിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാളി, ശ്രീമതി അജിത ജെ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ വർഷങ്ങളിൽ നടത്തിയ പുരുഷ കേസരി, മലയാളി മംഗ തുടങ്ങിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം K മുരളീധരൻ നിർവഹിച്ചു. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് സന്തോഷ് R അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അരുൺ രവി സ്വാഗതം ആശംസിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാളി, വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ ഫൗണ്ടർ ചെയർപേഴ്സൺ അജിത ജെ പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ ട്രഷറർ അതീഷ് നായർ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കലാവിഭാഗമായ തപസ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജോമിഷയെ ക്ഷണിക്കുന്നു. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും മാദിനാദം ഇന്നും വാഴ്ത്തിടാം. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ 2023 ഇത് സ്റ്റാർട്ടായിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ 4 പേരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നിറയെ ചാപ്റ്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഓണാഘോഷം ഇവിടെ നടക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മുരളീധരൻ XMB ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ അധ്യക്ഷൻ സന്തോഷ് കുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചെയർപേഴ്സൺ അജിത പിള്ളയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ട്രഷറർ ആദിഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയ ഡോളി MP ചെയർപേഴ്സൺ കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ മെമ്പർമാരെയും സ്വാഗതം ചെയ്യുന്നു. ചടങ്ങുകളെല്ലാം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ വോയിസ് ഓഫ് വേൾഡ് മലയാളിയെക്കുറിച്ച് ചുരുക്കം ഒന്ന് രണ്ട് വാക്കുകൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 2023 രജിസ്റ്റർ ചെയ്ത് ആഗോളതലത്തിൽ, അതായത് ഇൻ്റർനാഷണൽ ലെവൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള നമുക്ക് ജാതി മത കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ ഒരു സ്വതന്ത്രമായ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക, അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ മേഖലകൾ എന്നിവയെ ഉന്നമനത്തിൽ അവർക്ക് സഹായം ഉതകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. നമുക്കിപ്പോൾ തന്നെ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായിട്ട് തന്നെ ഏകദേശം 10-35ഓളം ചാപ്റ്റേഴ്സ് ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വിദേശത്തും ഉള്ളവർക്ക് വളരെയധികം സഹായങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മളെ കൊണ്ട് അത് സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം ആത്മാർത്ഥമായ സന്തോഷവും അതിനോട് സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വർഷം നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ ഇവിടെ ശരീരത്തിലാണെങ്കിലും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അധികം പ്രസംഗിച്ച് ഞാൻ സമയം കളയുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നുകൂടി നേർന്നുകൊള്ളുന്നു. അധ്യക്ഷൻ, വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ സന്തോഷ് കുമാർ, സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ രവി, കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാർലിംഗ്, സംഘടനയുടെ ഫൗണ്ടർ ചെയർപേഴ്സണായ ശ്രീമതി അജിത ജയപിള്ള, ശ്രീ സൂര്യനാരായണൻ, ശ്രീ ഹരീഷ് നായർ, പ്രിയപ്പെട്ട വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികളെ, അംഗങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഓണാഘോഷ പരിപാടികൾ നിങ്ങളോടൊപ്പം വേദി പങ്കിടുന്നത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള അംഗങ്ങളുള്ളൊരു സംഘടന ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഗൾഫിലൊക്കെ ഓണാഘോഷങ്ങൾ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് അവിടത്തേക്കൊരു പതിവ്. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ മിക്കവാറും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് നടക്കാറ്. ഇന്ന് സത്യത്തിൽ എനിക്ക് ദുബായിൽ ഞങ്ങളുടെ ഇൻഗാസിൻ്റെ ഒരു ഓണാഘോഷ പരിപാടി ഉള്ളതാണ്. പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡൻ്റൊക്കെ വിദേശത്താണ്. എനിക്ക് മറ്റന്നാൾ കാസർഗോഡ് നിന്നുള്ള യാത്ര ആരംഭിക്കേണ്ടത് കാരണം ഞാൻ ഇന്ന് യാത്ര ഒഴിവാക്കിയപ്പോഴാണ് സംഘാടകർ വന്ന് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് സൂചിപ്പിച്ചത്. ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു അഹങ്കാരം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇതുപോലെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷം മറ്റെവിടെയും കാണാൻ കഴിയില്ല. മറ്റൊരാഘോഷങ്ങൾക്കും ഒന്നുകിൽ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. ഓണത്തിന് മഹാബലിയുടെയും വാമൻ്റെയൊക്കെ ഒരു കഥ മേമോടിയായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങനെയല്ല ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം പഴയ കാലത്ത് ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ ഈ ഓണാഘോഷത്തിന് പ്രധാന ഘടകം തന്നെയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ കർക്കിടകത്തിൽ പെരുമഴ, കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസത്തിലെത്തുമ്പോൾ തെളിഞ്ഞ അന്തരീക്ഷം, കൊയ്ത്ത്. അപ്പോൾ ആ കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്തെടുക്കുന്ന നെല്ലൊക്കെ കുത്തി അരിയാക്കി ചോറും പായസവും കറികളും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം. അതാണ് കേരളത്തിലെ ഓണം എല്ലാവരും ആഘോഷിക്കാറുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്.
അതിൻ്റെ കൂടെ ഇതിനോടനുബന്ധിച്ചൊരു കഥയുണ്ട്. മഹാബലിയും വാമനൻ്റെയും ഒരു കഥയുണ്ട്. മഹാബലി നല്ല നീതിമാനായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ വാമനായി വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും സത്യസന്ധനായിട്ടൊരു ചക്രവർത്തി ഈ രാജ്യം ഭരിക്കുമ്പോൾ ദുഷ്ടന്മാരെ കൊല്ലാൻ മാത്രം ജന്മമെടുക്കുന്ന മഹാവിഷ്ണു എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത്? ഈ വാമന രൂപത്തിൽ വന്നിട്ട് മഹാബലിനെ എന്തിനാണ് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതെന്നൊക്കെ പല ഊഹാപോഹങ്ങളും അതിനോടനുബന്ധിച്ച് ഓരോരുത്തർ അവരവരുടെ ദർശനമൊക്കെ നടത്താറുണ്ട്. പക്ഷേ മഹാബലി നീതിമാനായിരുന്നു, നല്ല ചക്രവർത്തിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം അസുര ചക്രവർത്തിയായിരുന്നു. അസുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരെയും ഈശ്വരന്മാരെയും ഒന്നും അംഗീകരിക്കാത്തവരും ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ മഹാബലി നല്ല ആളായിരുന്നെങ്കിലും അനുയായികൾ ശരിയായിരുന്നില്ല. മാത്രമല്ല മഹാബലി ഒരു 100 വർഷം നീണ്ടു നിൽക്കുന്നൊരു യാഗം നടത്തി അതിൻ്റെ സമാപ്തി എത്തുന്നതിന് മുമ്പാണ് മഹാവിഷ്ണു വാമനായി വന്ന് വരം ചോദിച്ചതും അദ്ദേഹത്തിനെ പാതാളത്തിലേക്ക് താഴ്ത്തിയത്. കാരണം വരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണമില്ലാത്തവനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് സിംഹാസനം ഉണ്ടാവില്ല എന്നൊരു ഭയം ദേവന്മാരെ ബാധിച്ചപ്പോഴാണ് ഈ വാമന രൂപത്തിൽ മഹാവിഷ്ണു വരുന്നത്. പക്ഷെ അപ്പോഴൊരു സന്ദേശം ഇത് നൽകുന്നുണ്ടോണം. സൽപ്രവൃത്തി ചെയ്തവർക്ക് സൽപ്രവൃത്തി നല്ല ഗുണം കിട്ടും. മഹാബലി നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു, എല്ലാവരും ഒരുപോലെ കണ്ടു. അതുകൊണ്ടാണല്ലോ മഹാവിഷ്ണുവിൻ്റെ പാദം അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൊട്ടപ്പോൾ അദ്ദേഹം മരണമില്ലാത്തവനായി മാറിയെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് നമ്മളെ കാണാൻ വരുന്നത് കൊല്ലത്തോട്. ഇപ്പോൾ രാവണനും കംസനൊന്നും നമ്മളെ കാണാൻ വരാറില്ലല്ലോ, വേറെ അവരുടെയൊക്കെ കാറ്റ് അന്നേ പോയി. പക്ഷേ മഹാബലി നല്ല ചക്രവർത്തി, നല്ല മനുഷ്യനായതുകൊണ്ട്, നല്ലൊരു ഭരണാധികാരിയൊക്കെ ആയിരുന്നുകൊണ്ട് അസുരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും അദ്ദേഹം മരണമില്ലാത്തവനായി മാറുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഞാനും നിങ്ങൾ ഓണാഘോഷിക്കുന്നതിൻ്റെ ഭാഗമൊന്നുമല്ല. ഒരു 4-5 ദിവസം അടിച്ചു പൊളിച്ച് അന്ന് സുഖമായിട്ട് കഴിയുക. തിരുവനന്തപുരത്ത് നമുക്കറിയാം സർക്കാരൊക്കെ ഓണാഘോഷമുണ്ട്. ഏതാണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് മുതൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-10 ദിവസം വൈദ്യുത അലങ്കാരം, അതിൻ്റെ വിവിധതരം കലാപരിപാടികൾ, ഗാനമേള, നാടകം, സിനിമ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരാഴ്ചയൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മൾക്കൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ. എല്ലാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രവാസി ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അന്നത്തെ അവസ്ഥ എന്താ? വീട്ടിലേക്ക് മാസം തോറും കാശ് അയക്കണം. നാട്ടിലേക്ക് വരുമ്പോൾ ബന്ധുക്കൾക്ക് വസ്ത്രവും അതിൻ്റെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അത് ജോലിയുടെ ടെൻഷൻ ഒരു ഭാഗത്ത്, 2 നാട്ടിലേക്ക് വരുമ്പോഴുള്ള ടെൻഷൻ. പണ്ടൊക്കെയാണെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയ ഭയമായിരുന്നു. അന്ന് ഈ ദൂരമല്ല, എല്ലാ സാധനങ്ങൾക്കും ടാക്സ് ചുമത്തും. ഏത് സാധനം കൊണ്ടുവന്നാൽ പ്രത്യേകിച്ച് കസ്റ്റംസുകാർ. ഗൾഫിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിടിച്ചു പറിക്കാതിരിക്കില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും ഒരു കുപ്പിയെങ്കിലും കൊണ്ടുവന്നില്ലേന്ന് ഇരിക്കുക. അതായിരുന്നു കസ്റ്റംസിലെ ഒരു കാലഘട്ടം. അപ്പോൾ ഇന്നതൊക്കെ കുറേ മാറി. ഇന്ന് വേറെ ടാക്സ് ഒന്നും കൊടുക്കണ്ട, എന്നാലും നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്തയുണ്ടാകും. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എന്നും ടെൻഷനേ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയത്തിലെ അവസ്ഥ അതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും സമ്പന്നന്മാരാണെങ്കിൽ സുഖമാണ്. ഇപ്പോൾ മറ്റേ അംബാനി അദാനിയൊക്കെ ആണെങ്കിൽ സുഖാന്ന് വിചാരിക്കും. അവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കഥയിന് കൂട്ടുമ്പോൾ പേടിയാണ്. ED ആണോ CBI ആണോ എന്നുള്ള പേടി അവർക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്ക് അവരുടെ റേഞ്ചിനനുസരിച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു അവധി കൊടുക്കുക. എപ്പോഴും വല്ലാത്ത ടെൻഷനായാലും അറ്റാക്ക് ഉൾപ്പെടെ വരുന്നതാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു 5-10 ദിവസം അടിച്ചു പൊളിക്കുക. അതാണ് ഞാനും നിങ്ങൾക്ക് ഓണാഘോഷിക്കാനുള്ള ഒരു കാര്യം. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്കിവിടെ വോയിസ് ഓഫ് മലയാളി കൗൺസിലിന് ഓണക്കാലത്തൊക്കെ നല്ല ഹോളുകളൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയിലാണ് അവർ ഗൾഫ് മോഡൽ ഇന്നിവിടെ ഗൾഫിലിപ്പോൾ ഓണാഘോഷിക്കുന്ന അതേ സീസണിൽ തന്നെ ഇന്നിവിടെ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ച് വളരെ നല്ല കാര്യമാണ്. ഓണത്തിൻ്റെ സ്മരണകൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓണത്തിൻ്റെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ സേവനം നടത്തുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എന്നും വിദേശത്തുള്ള ഇന്ത്യക്കാർ, ഇപ്പോൾ 2 തരക്കാരുണ്ട് വിദേശത്തുള്ള ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പോയ ഒരു നാട്ടിലേക്കാണ് തിരിച്ചു വരാറൊന്നുമില്ല. പക്ഷേ ഗൾഫ് അങ്ങനെയല്ല. ഗൾഫ് ഏതാണ്ട് കേരളം പോലെ തന്നെയാണ്.
നാടുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ MP ആയി പ്രവർത്തിച്ച കാലത്തൊക്കെ എന്നുള്ള പരാതി സീസൺ കാലത്ത് നാട്ടിലേക്ക് വരുമ്പോഴുള്ള വിമാനക്കൂലിയുടെ വർധനവ്, അതുപോലെ തന്നെ ഗൾഫുകാരാണെന്നറിയുമ്പോൾ അവരോട് ഒരു എന്താ പറയേണ്ടത്, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടി അണ്ണാറക്കണ്ണനും തന്നെ എന്ന പോലെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ മറ്റ് ആഘോഷങ്ങളൊക്കെ നിങ്ങളുടെ വകയായിട്ടൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനതിനൊരു തടസ്സം നിൽക്കുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഓണം കഴിഞ്ഞെങ്കിലും എന്നും ഓണത്തിൻ്റെ സ്മരണ നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഓണാശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദരണീയനായ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഒരു കാലത്ത് ഞാൻ മുരളിയേട്ടൻ എന്ന് വിളിച്ചിരുന്ന, കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഈ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. ഉദ്ഘാടനം ചെയ്ത ശ്രീ K. മുരളീധരൻ ex-MP അവരുടെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഫൗണ്ടറും ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി അജിത K. പിള്ള, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ രവി, ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ അധീഷ് നായർ, എൻ്റെ മുന്നിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാനും ഞങ്ങളുടെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഭാഗമാകുന്നത്. അജിത എൻ്റെ FB ഫ്രണ്ടാണ്. പല പരിപാടികളും വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ നടത്തുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് ഇങ്ങനെ FB പോസ്റ്റുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണാം, കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷേ നമ്മൾ പരിപാടി ആരംഭിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു സമയദൈർഘ്യം കൊണ്ടാണ് എല്ലാം വളരെ ചുരുക്കമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മുൻപ് സംസാരിച്ച ഉദ്ഘാടകൻ ഓണാഘോഷവും അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. നമ്മളെല്ലാവരും മലയാളികളാണ്. ഓണത്തെക്കുറിച്ച് നമുക്കൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല. എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ തുടങ്ങുന്നത് ഓണക്കാലത്ത് കിട്ടുന്ന മഞ്ഞക്കോടിയിൽ നിന്നാണ്. അമ്മമ്മ മുടങ്ങാതെ എനിക്കും അനിയത്തിക്കും വാങ്ങിത്തരുന്ന മഞ്ഞക്കോടി, പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന പുള്ളിമരത്തിൽ കെട്ടുന്ന ഊഞ്ഞാല്, തെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ മുറ്റത്ത് ഇടുമായിരുന്ന അത്തം, ഇതിൽ നിന്നൊക്കെ തുടങ്ങുന്നതാണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടുന്നതിന് ഓണം, ക്രിസ്മസ് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആഘോഷം വരാൻ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കേരളവും ആഘോഷവും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് പുതുവസ്ത്രങ്ങളെന്ന് പറഞ്ഞാലോ, ഒരു നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാലോ, പ്രത്യേകിച്ചൊരു ആഘോഷ പരിപാടികൾക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കേരളം ഭൗതികമായി, സാംസ്കാരികമായി, സാമ്പത്തികമായിട്ടൊക്കെ കുറേയേറെ മെച്ചപ്പെട്ട് പടർന്ന് പന്തലിച്ചു എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആഘോഷ പരിപാടികളുടെ ഊഷ്മളത, വ്യക്തിബന്ധങ്ങളിലൊക്കെ അത് അന്നത്തെ പോലെ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വ്യത്യസ്ത തലങ്ങളിലാണ് അത് മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൂട്ടുകുടുംബങ്ങളും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ബന്ധുമിത്രാദികളും ഒരുമിച്ച് കൂടി ആഘോഷിച്ച് വന്നിരുന്ന ഇത്തരം ആഘോഷ പരിപാടികളൊക്കെ ഈ ക്ലബ്ബുകളും അസോസിയേഷനുകളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ സാംസ്കാരിക വേദികളും ഒക്കെ ഏറ്റെടുത്ത് വളരെ വിപുലമായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇപ്പോഴത്തെ ഓണാഘോഷ പരിപാടികൾക്കെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ഒരു ഉത്സവമാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ കാർഷിക വിളവെടുപ്പിൻ്റെയൊക്കെ പ്രതീകമായി നമ്മൾ കൊണ്ടാടുന്ന ഒരു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയായിട്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ്. തീർച്ചയായിട്ടും വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഓണാഘോഷ പരിപാടിക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഏതൊരു ആഘോഷ പരിപാടിയും അർത്ഥവത്താകുന്നത് ആ ഒരു ആഘോഷങ്ങളിലേക്ക് ഭാഗഭാക്കാകാൻ കഴിയാത്ത കുറേയേറെ മനുഷ്യരെ കൂടെ നമ്മൾ ഓർക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോഴാണ്.
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കൗൺസിലാണ് വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 10-20-ലേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് അജിതയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കം ചില നാളുകൾ മാത്രമേ ഈ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനായിട്ട് നടന്നിട്ടുള്ളൂ എങ്കിലും ആ ചുരുങ്ങിയ ഇടവേളയ്ക്കുള്ളിൽ 18 തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് നമ്മുടെ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം പകരുന്ന, അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുന്ന പ്രവർത്തനങ്ങളായി മാറട്ടെ. അത് തുടർന്നും കൂടുതൽ കാലം അത് ഏറ്റവും നല്ല രീതിയിൽ മികവോടെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തത് നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ നമ്മൾ 1-2 മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പുരുഷ കേസരി എന്നുള്ളതും അതുപോലെ തന്നെ മലയാളി മംഗ എന്നുള്ളൊരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിൽ വിജയികൾക്കുള്ള അവാർഡ് ദാനമാണ് നടത്തത്. പുരുഷ കേസരി മത്സരത്തിൽ 1ാം പ്രൈസ് വന്നിരിക്കുന്നത് മിസ്റ്റർ സന്തോഷാണ്. സന്തോഷിന് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതിന് അവാർഡ് കൊടുക്കാനായിട്ട് മുരളീധർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരുഷ കേസരി മത്സരത്തിൻ്റെ 2ാം സമ്മാനം ആദിഷ് നായറിനാണ്. ആദിഷ് നായറിനെ ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. അടുത്തത് മലയാളി മംഗ അവാർഡ് ആശ പ്രിൻസാണ്, ബാംഗ്ലൂരാണ്. മാഡം ഇവിടെ എത്തിയിട്ടില്ല. അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആദ്യത്തെ ഓണാഘോഷമാണിത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ചുരുങ്ങിയ പേരാണെങ്കിൽ പോലും നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വയനാട് ചാപ്റ്റർ, കർണാടക ചാപ്റ്റർ, തമിഴ്നാട് ചാപ്റ്റർ, പാലക്കാട് ചാപ്റ്റർ, അങ്ങനെ ചുരുങ്ങിയ കുറേ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമ്മുടെ മെമ്പേഴ്സ് വന്നു ചേർന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കുറേ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ വരാത്തത് കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ ഓണാഘോഷം ചെയ്യുന്നുണ്ട്, WWMCയുടെ ഓണാഘോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്ര ഒരു ചുരുക്കം വന്നത്. അല്ലാതെ നമ്മുടെ മെമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മുടെ WWMCയുടെ ഓണാഘോഷം നടത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നിവിടെ പങ്കെടുത്ത, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത ബഹുമാനപ്പെട്ട ex-MLA MP ശ്രീ മുരളീധരൻ സാറിനും, നമ്മുടെ എൻ്റെ സുഹൃത്തും കേരള ഭിന്നശേഷി വികസന ചെയർപേഴ്സൺ ശ്രീ ജയാഡാളി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും, പിന്നെ നമ്മുടെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ ചാപ്റ്റേഴ്സിലെ അംഗങ്ങൾ എല്ലാ പേർക്കും എൻ്റെ ഓണം കഴിഞ്ഞു. എന്നിരുന്നാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഇന്നിവിടെ ഇതിനോടൊപ്പം 2 സമ്മാനദാനം നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ വർഷം നടത്തിയ പുരുഷ കേസരി മത്സരത്തിൻ്റെയും മലയാളി മംഗ മത്സരത്തിൻ്റെയും ആയിരുന്നു. അത് രണ്ടും മത്സരം നടത്തി തന്നെ ഒരുപാട് പേര്, 2 പുരുഷ കേസരിയിലായാലും മലയാളി മംഗയിലായാലും ഒരുപാട് പേര് മത്സരിച്ചിരുന്നു. അതിന് നമുക്ക് പുരുഷ കേസരിയുടെ ജഡ്ജായിരുന്നത് ശ്രീ മനു പൂജപ്പുരയാണ്. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ആയിരുന്നു നമ്മുടെ പുരുഷ കേസരിക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള ഒരു വാല്യുവേഷൻ ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ചാപ്റ്റർ പ്രസിഡൻ്റാണ്, എൻ്റെ ഹസ്ബൻഡാണ്. എന്നിരുന്നാലും അഭിമാനത്തോടുകൂടി പറയുന്നു, അദ്ദേഹം മത്സരിച്ച് തന്നെയാണ് പുരുഷ കേസരി ഇത് നേടിയത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ മലയാളി മംഗ, അതും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് പേര് മത്സരിച്ചിരുന്നു. അത് നമുക്ക് മലയാളി മംഗയുടെ ജഡ്ജായിരുന്നത് ശ്രീ നമ്മുടെ ഗായിക, പ്രശസ്ത ഗായിക സുജാത മാമിൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ സാർ, ഡോക്ടർ കൃഷ്ണകുമാർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാല്യുവേഷനും വളരെ നല്ലതായിരുന്നു. അതിലെ മത്സര വിജയിയാണ് ഇന്നിവിടെ ഇപ്പോൾ ഇത് സമ്മാനം വാങ്ങിപ്പോയ ശ്രീമതി ആശ പ്രിൻസ്.
പിന്നെ ഓണത്തെക്കുറിച്ചും മറ്റും ഒന്നും നേരത്തെ നമ്മളോട് സംസാരിച്ചു പോയ ശ്രീ മുരളി സാർ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. നൊസ്റ്റാൾജിയ, നമുക്ക് ഇന്നും ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും എത്ര വർഷം കഴിഞ്ഞാലും ഓടിയെത്തുന്ന അല്ലെങ്കിൽ ഏറെ സന്തോഷം, ഏതൊരു സങ്കടാവസ്ഥയിലും നമുക്ക് സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓണസദ്യ, പുതിയ വസ്ത്രം എടുക്കുക. നമ്മളിപ്പോൾ എത്ര വസ്ത്രങ്ങൾ നമ്മൾ എന്ന് വാങ്ങിയാലും പക്ഷേ ആ ഓണം ആവുന്ന സമയത്ത് നമുക്കൊരു പുതുവസ്ത്രമൊക്കെ ധരിക്കണം. പിന്നെ നമ്മളെല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ വാങ്ങി ഷെയർ ചെയ്യാറുണ്ട്, നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് മുടങ്ങാതെ കിട്ടുന്ന ഒന്നാണ് ഓണക്കോടി എന്നൊക്കെ പറയുന്നത്. അത് എൻ്റെ ചില സുഹൃത്തുക്കൾ മുടങ്ങാതെ തരുന്നതാണ്. പിന്നെ അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സന്തോഷം തരുന്ന, ഇപ്പോൾ ഏത് കാര്യത്തിലായിരുന്നാലും നമുക്കൊരു സന്തോഷം എന്നുള്ളൊരു വികാരം നമുക്ക് ഉണർത്തുന്ന ഒന്നാണ് ഓണം. അത് പറയാമെങ്കിൽ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം. ഓണം ആഘോഷിക്കാത്ത ആരും തന്നെ ഇല്ലെന്ന് പറയും. എപ്പോഴായാലും ഇപ്പം അദ്ദേഹം ശ്രീ മുരളി സാർ പറഞ്ഞതുപോലെ ഇപ്പോഴും അറബ് നാടുകളിൽ ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നുണ്ട്. അറബ് നാടുകളിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ചെന്നൈയിൽ ആഘോഷിക്കാൻ പോകുന്നു, അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മലയാള സംഘടനകളും ഇപ്പോഴും അവിടെ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും, പിന്നെ വോയിസ് ഓഫ് വേൾഡ് മലയാളിയെ കുറിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഇതിലുള്ള ഏറെക്കുറെ ആൾക്കാരും അതിൽ തുടങ്ങിയ കാലം മുതൽ ഉള്ള മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. ഈ ഇടയ്ക്ക് വന്ന് ചേർന്നിട്ടുള്ള ആരും ഉണ്ടാവും തോന്നുന്നില്ല. ഈ ഇടയ്ക്ക് വന്ന് ചേർന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ റെഫറൻസ് വഴി വന്നിട്ടുള്ളവരാണ്. അപ്പം ഏകദേശം നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് മലയാളി എന്താണെന്നും അതിൻ്റെ പ്രവർത്തന രീതികൾ എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന ഒഫീഷ്യൽ പരിപാടികളിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദീകരിച്ച് പറയുന്നതാണ്. ഞാൻ ഗസ്റ്റുകളെ പോലും വളരെ പരിമിതമാക്കിയത് നമ്മുടെ ഓണം ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എൻ്റെ കർത്തവ്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം പ്രോഗ്രാംസ് തുടങ്ങാൻ സമയമായതുകൊണ്ട് നമ്മളെല്ലാവരും വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് ഞാൻ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. Viva
ജഗമായി വേടയിലില്ലയോ വേടയിലല്ല വിഫലത്തെ വൈരസേനെ വാഞ്ചിതം സാമ്രതം നിന്റെ രാജ്യം വിവിധമംഗലവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും നിന്റെ രാജ്യം വിവിധമംഗലവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും ഈ പ്രഭു ഞങ്ങൾ ചെയ്ത സാമ്രതം വിഭവത്തെ ജഗമായി വേടയിലില്ലയോ വേടയിലല്ല വിഫലത്തെ വൈരസേനെ വാഞ്ചിതം സാമ്രതം സുരപതിക്കുളമേ സ്വരപരവശമായി മരുവിതം സദനേ സുരപതിക്കുളമേ സ്വരപരവശമായി മരുവിതം സദനേ വിഫലത്തെ വൈരസേനെ വാഞ്ചിതം സാമ്രതം വിഭവത്തെ ജഗമായി വേടയിലില്ലയോ വേടയിലല്ല വിഫലത്തെ വൈരസേനെ വാഞ്ചിതം സാമ്രതം വാഞ്ചിതം സാമ്രതം വാഞ്ചിതം സാമ്രതം ആയമുള്ള രക്തന്മാരിൽ മുമ്പനാമായി പോയവനും കാനനത്തിൽ പൊന്നകമായി ആയമുള്ള രക്തന്മാരിൽ മുമ്പനാമായി പോയവനും കാനനത്തിൽ പൊന്നകമായി തായമൊക്കെ മതിരം വെള്ളിമാർക്കൂടും മായാദേവി ശ്രീപ്രമുന്നിൽ ചെന്നു വീണയായി തായമൊക്കെ മതിരം വെള്ളിമാർക്കൂടും മായാദേവി ശ്രീപ്രമുന്നിൽ ചെന്നു വീണയായി ആനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്തു ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിക്കോളും മാനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്തു ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിക്കോളും എടുത്തു കാണും കൊടുത്തു വിട്ടു തറച്ചുവാൻ കരഞ്ഞു വരച്ചിട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ എടുത്തു കാണും കൊടുത്തു വിട്ടു തറച്ചുവാൻ കരഞ്ഞു വരച്ചിട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ അവനും പോയി തകലും നേരം ജീവനും വന്നു ഇവളെ കൊണ്ടു തിരുവിലേക്ക് വിമാനമാർഗം പോകുമ്പോൾ അവനും പോയി തകലും നേരം ജീവനും വന്നു ഇവളെ കൊണ്ടു തിരുവിലേക്ക് വിമാനമാർഗം പോകുമ്പോൾ അവിടെ കണ്ടു തടുത്തു പക്ഷി എവിടെ കൊണ്ടു പക്ഷി കുഴപ്പമായി അവിടെ കണ്ടു തടുത്തു പക്ഷി എവിടെ കൊണ്ടു പക്ഷി കുഴപ്പമായി പക്ഷി തന്റെ പക്ഷമറുത്തം വീക്ഷിച്ചു മധുവനത്തിൽ പൊങ്ങി പക്ഷി തന്റെ പക്ഷമറുത്തം ഉഷസിതാരം നടുവിൽ തന്നെ മധുവനത്തിൽ പൊങ്ങി
പൊങ്ങി മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി പരമശിവാദേവ പാർവതി വല്ലഭ ശരണം നീവ ശരണം നീ പരമശിവാദേവ പാർവതി വല്ലഭ ശരണം നീവ ശരണം നീ വരണമേ സൗഭാഗ്യം മുക്തിവിനായക വരണമേ സൗഭാഗ്യം ദേവദേവ വരണമേ സൗഭാഗ്യം മുക്തിവിനായക വരണമേ സൗഭാഗ്യം ദേവദേവ വരണമേ സൗഭാഗ്യം ദേവദേവ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെയും പാലക്കാടിൻ്റെയും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേര് സ്വാമിനാഥൻ ചിറ്റിലഞ്ചേരി, പാലക്കാട് നെന്മാർക്കടുത്താണ് എൻ്റെ വീട്. ഞാൻ ആരോഗ്യ രംഗത്തു നിന്നും ഈ ജനുവരിയിലാണ് റിട്ടയർഡ് ചെയ്തത്. ഇതെൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സുബ്രഹ്മണ്യൻ. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കലാരൂപം തുയിലുണർത്തു പാട്ട്. ഈ തുയിലുണർത്തു പാട്ട് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? റിപ്ലൈ കിട്ടുന്നില്ല. ആദ്യം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാദ്യോപകരണം എന്താണെന്ന് അറിയോ? എത്ര പേർക്ക് അറിയാം? പറയൂ. നമ്മൾ കുടുംബമല്ലേ, അപ്പൊ പറയാലോ, തുറന്നു പറയാം. തുയിലുണർത്തുപാട്ട്, തുടി. ഈ തുടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? എവിടെ എവിടെ കണ്ടിട്ടുണ്ട്? പറയൂ. ഇതെന്താ? ഒന്ന് തുറന്നു വെക്കൂ, മനസ്സ് ഒരു അല്പം നേരം തുറന്നു വെക്കൂ. പരമശിവന്റെ അല്ലേ? കഴുത്തിൽ പാമ്പ് അല്ലേ? പരമശിവന്റെ തൃശൂലത്തിലുള്ള ഒരു വാദ്യോപകരണമാണ് തുടി. ഇത് എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് അറിയോ? അപ്പൊ ആ തുടിക്ക് ആ കഥ കേൾക്കണോ? തുയിലുണർത്ത് പാട്ട് മാത്രം അവതരിപ്പിച്ചാൽ മതിയോ? എങ്ങനെ? തുടി എന്ന് പറയാം. ഡമരു സംസ്കൃത ആയിരിക്കാം, ഞാൻ മലയാളി ആയതുകൊണ്ടാണ് തുടി. അതെ, അല്ല ഞാൻ പറഞ്ഞത് തുയിലുണർത്തു പാട്ടുന്ന ഡമരു ഉണർത്തു പാട്ടുന്നല്ല. അതുകൊണ്ട് ഈ തുടി എന്ന് പറഞ്ഞിരിക്കും. തുടി കൂട്ടിയിട്ടാണ് പാടി ഉണർത്തുക. പാണൻ. പാണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട്. പറയപേറ്റ പന്തീർകുല സങ്കല്പത്തിലെ തിരുവരങ്കത്തൊഴും പാണനാണ് അദ്ദേഹം. ജന്മനാൽ തന്നെ പിറവിയിൽ തന്നെ ക്ഷേത്രങ്ങളോടും ക്ഷേത്ര കലകളോടും ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. വളരെ പണ്ഡിതശ്രേഷ്ഠനായ വരരുചി എന്ന മഹാന് പഞ്ചമി എന്ന പറയിസ്ത്രീയിലുണ്ടായ 12 മക്കളിൽ ഒരുവരാണ് തിരുവരങ്കത്തൊഴും പാണനാർ. ആ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഞാനും ഇദ്ദേഹവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കിട്ടിയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ തുടി എന്താണെന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ബാക്കി പറഞ്ഞാലേ അത് കുറച്ച് നന്നായിരിക്കുള്ളൂ. സമയം പരിമിതമാണ് അല്ലേ? സമയം എത്രയാണ് അനുവദിച്ചിരിക്കുന്നത്? ഇല്ല. ഓക്കെ, താങ്ക് യു. ഇതൊരു പുരാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. നമുക്കറിയാം, പാലാഴി മഥനം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പാലാഴി മഥന കാലത്ത് പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാസുകി കയറായും മന്ദരപർവ്വതം കടകോലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ കടലിൽ നിന്ന് പല സംഗതികളും പുറത്തു വന്നു അല്ലേ? പലതും വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കാളകൂടവശം വരുന്നത്. ആ കാളകൂടവശം വന്നപ്പോൾ അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി നശിക്കും അല്ലേ? അപ്പോൾ
വിഷ്ണു ഭഗവാൻ ഒരു യുക്തി തോന്നി. ഭഗവാൻ പറഞ്ഞു പരമേശ്വരൻ്റെ അടുത്ത്, ഈ കാളകൂട വിഷമൊന്ന് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു, താഴെ വീഴാതെ. അപ്പോൾ അദ്ദേഹം പ്രപഞ്ച നന്മയ്ക്കായി അത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കാളകൂട വിഷമെടുത്ത് കഴിക്കുന്ന സമയത്ത് പാർവതി ദേവി അതിൻ്റെ അപകടം മണത്ത് ഈ കഴുത്തിൽ വന്ന് പിടിച്ചു. ആ കഴുത്തിൽ വന്ന് പിടിച്ചതാണ് നീലകണ്ഠൻ എന്നൊരു പേര് വരാൻ കാരണം. ഭഗവാൻ ഈ വിഷം പുറത്തേക്ക് തുപ്പാതിരിക്കാൻ മഹാവിഷ്ണു വായി പൊത്തി അമർത്തി പിടിച്ചു. കേട്ടില്ലേ? അപ്പോൾ ഈ കാളകൂട വിഷത്തിൻ്റെ പ്രവർത്തനം എന്തായാലും നടക്കൂലേ? വിഷമല്ലേ? ഭഗവാനായതുകൊണ്ട് അത്ര ഏശില്ല. എങ്കിലും ഭഗവാൻ മോഹാത്സ്യപ്പെട്ടും മയക്കത്തിൽ വീണു. അന്നേരം നാരദരുടെ ഉപദേശപ്രകാരം ഭൂമിയിൽ ഇങ്ങനൊരു തിരുവരങ്കത്തെയും പാണനാർ അദ്ദേഹത്തിൻ്റെ കുലദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ണിമൂക്കൻ ചാത്തെന്ന് പറയും. ശിവൻ്റെ തന്നെ ഭൂതഗണങ്ങളിലും അല്ലെങ്കിൽ ശിവൻ്റെ അംശാധിപതി അംശമാണ്, ശിവാംശമായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ഭഗവാനാണ്. അതാണ് ഞങ്ങളുടെ കുലദൈവം ഉണ്ണിമൂക്കൻ ചാത്തൻ. അപ്പോൾ മറ്റേ പാണനാർ ക്ഷണിക്കാൻ വേണ്ടി നാരദർ വരികയും കൈലാസത്തിലേക്ക് കൊണ്ടുപോയി ഈ ശിവഭഗവാൻ മയങ്ങി കിടക്കുന്ന ആ സമയത്ത് കാലിൻ ചോട്ടിൽ അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിൻ്റെ ചോട്ടിലിരുന്ന് പാടാൻ തുടങ്ങി. അദ്ദേഹത്തിന് അന്ന് വരെ അറിവുള്ള ആ അറിവ് വെച്ച് പാടി. അറിവുണ്ടാവാൻ വഴിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചമിയും വരജിയും മഹാപണ്ഡിതൻ്റെ മകനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പാടി ഭഗവാൻ ആദ്യം ഈ മയക്കം വിട്ട് ഉണരുമ്പോൾ കാണുന്നത് ഈ പാണനാരെയാണ്. അപ്പോൾ ഈ പാണനാര് എന്ന് പറയുന്ന സംഗതി ഭഗവാൻ ഉണർന്ന് എണീക്കുന്നവർ പാണനാരില്ല, തിരുവരങ്കെന്നാണ്. അപ്പൊ ഭഗവാൻ ഉറക്കമുണർന്ന് മയക്കം വിട്ട് എണീറ്റപ്പോൾ ഭഗവാന്റെ പ്രാണൻ രക്ഷിച്ചതിനാല് ഈ മുന്നിൽ കാണുന്ന ഭഗവാൻ അറിയാലോ, ഇത് തിരുവരങ്കനാണിത് രക്ഷിച്ചതെന്ന്. അപ്പോൾ എൻ്റെ പ്രാണ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്നാണ് പറയുന്നത്. ആ പ്രാണനാണ് പിന്നീട് പാണനായി മാറിയത്. അപ്പോൾ ആ സന്തോഷത്തിൽ ഭഗവാൻ കൊടുത്ത തൃശ്ശൂലത്തിൽ നിന്ന് എടുത്ത് തൃശ്ശൂലത്തിലുള്ള തുടി പാണനാർക്ക് സമ്മാനമായി നൽകുകയും ഇനി മുതൽ ഊതാനും പാടാനും എല്ലാ പാടന്മാരും മിക്കവാറും പാടും, പഠിക്കാതെ, സംഗീതം പഠിക്കാതെ തന്നെ. ഞാൻ ചെമ്പയിൽ 4 വർഷം പഠിച്ചിട്ടുണ്ട്, ദാസേട്ടൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിൽ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വീട്ടിൽ. അപ്പോൾ അല്ലാതെ തന്നെ അതിന് മുമ്പേ പാടുന്നതാണ്. എങ്കിൽ ഞാൻ പറഞ്ഞത് ആ ഒരു വരപ്രസാദം കൊണ്ടാണ്, ഭഗവാന്റെ ആ വരം കിട്ടിയത് കൊണ്ടാണ് തൊഴിലുണർത്ത് പാട്ട്, തുടി ഭഗവാന്റെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ആ ഉപകരണത്തിൻ്റെ സങ്കല്പത്തിലാണ് ഈ തുടി. മനസ്സിലായോ? അതിനുശേഷം ഇവർ ഊതാനും പാടാനും, അതായത് എന്ത് ഒരു വല്ലായ്മ, ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ വയ്യായിക ഒരു മനുഷ്യന് എന്ത് വേണമെങ്കിൽ വരാമല്ലോ, അത് വന്നു കഴിഞ്ഞ് ഇവരുടെ അടുത്ത് പോയി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു നുള്ളു ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. അതൊരു സങ്കല്പമാണത്. അതെന്താ സുഖമായിക്കട്ടെ, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോഗ്യ മേഖലയിൽ പണിയെടുത്ത ഒരാളെന്ന് പറഞ്ഞല്ലോ. എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. പക്ഷേ അവർക്കത് വേണ്ട, നിങ്ങൾ ഊതി തന്നാൽ മതി. ഇവിടെ ഉണ്ടോ? തിരുവനന്തപുരത്തുണ്ടോ ഊതലേക്ക? ഉണ്ടോ? ഇല്ല. അപ്പം അതവരെ വിശ്വാസം, അവരുടെ ഓരോ വിശ്വാസം. അത് അതിലേക്ക് കടക്കുന്നില്ല, അതൊരു സൈക്കോളജിക്കാണ് അല്ലേ. ഒരു കിഴക്ക് നല്ല ഉദയമാന പർവ്വതം വാഴുക ദൈവമേ, ഒരു പടിഞ്ഞാറ് നല്ല സമാന പർവ്വതം വാഴുക ദൈവമേ, ഒരു തെക്ക് നല്ല ശ്രീ കൈലാസം വാഴുക ദൈവമേ, ഒരു വടക്ക് നല്ല മഹാമേരു പർവ്വതം വാഴുക ദൈവമേ, ഒരു
കൊട്ടിപ്പാടും നേരം വന്ന വിലകളും വരാപ്പിഴകളും സകല കെട്ടുമുട്ടുകളും ഒഴിച്ചു നൽകണം തമ്പുരാനേ. ഓം ഹരി ശ്രീ ഗണപതായേ നമഃ. വിഘ്നമസ്തു ബോധം വിളങ്ങ ബോധഗുരുക്കളും പശുവായി നിൽക്ക. കള്ളം കളഞ്ഞ കമലത്തിൽ എഴുന്നള്ളും ശക്തി വെള്ളത്തിലെ തിരമികച്ചു വരും കണക്കിനുള്ളത്തിൽ വന്ന് നടമാടി കുടികൊള്ളുക വിളക്കും സരസ്വതി വാഴ ദൈവമേ. ഒരു വാഴ വാഴ ദൈവമേ. എന്റെ അച്ഛൻ ചൊല്ലി തന്നിനാ മുൻമൊഴി മന്ദിരം വാഴ ദൈവമേ. വണങ്ങി തന്നിനാ മൂലമണി ഗ്രന്ഥം വാഴ ദൈവമേ. തല്ലി തന്നിനാ ഒരു അലിക്കോടി മുല്ലത്തറ വാഴ ദൈവമേ. ചവിട്ടി തന്നിനാ ഒരു അരിയും തുണിയും വാഴ ദൈവമേ. വാഴ വാഴ പോലിയല്ലോ വാസുദേവൻ തൃപ്പണിക്ക്. വാഴ വാഴ പോലിയല്ലോ വാസുദേവൻ തൃപ്പണിക്ക്. വാസുദേവൻ തൃപ്പണിക്ക് എഴുന്നള്ളുന്നു മാദേവൻ. മാദേവൻ എഴുന്നള്ളുമ്പോൾ എന്തെല്ലാം അലങ്കാരം. ആര്യൻ കതിരണിഞ്ഞ് എഴുന്നള്ളുന്നു മാദേവൻ. ഉത്തിരാടം തിരുവോണം നാളിറന്ന നല്ലോണം. നല്ലോണം നാളിറന്നാൽ മാനുഷക്കലങ്കാരം. എന്തെല്ലാം ഏതെല്ലാം മാനുഷക്കലങ്കാരം. കത്തിപ്പിട്ടണിഞ്ഞെങ്കിലോ തമിഴക്കലങ്കാരം. നാഗക്കെട്ടണിഞ്ഞെങ്കിലോ പെൺപിള്ളക്കലങ്കാരം. ചെത്തുന്നു അടിക്കുന്നു കളം എഴുതി പൂവിടുന്നു. മണ്ണാൽ പീടി പിടിച്ച് അരിച്ചാറിച്ചാന്തണിഞ്ഞ്. വീടിന്റെ നാടുമുറ്റത്ത് കുടിയിരിക്കും മാദേവൻ. ആരിന്റെ ആരിന്റെ തിരുനാമം പാടണ. വീടുടയ സന്തോഷ് മകന്റെ തിരുനാമം പാടണ. അജിത പൊന്നുമകളും നൂറ്റാണ്ട് വാഴണം. അതിലുള്ള ചൂട്ടിയും നൂറ്റാണ്ട് വാഴണം. നൂറ്റാണ്ട് വാഴണം. നൂറോണം കുളിക്കണം. വീടുടയ വേട് മലയാളി നൂറ്റാണ്ട് വാഴണം. നൂറ്റാണ്ട് വാഴണം. നൂറോണം കുളിക്കണം. കണി കൊടുക്കണം. കടപ്പാപം തീർക്കണം. കോടി കൊടുക്കണം. കോടിപ്പാപം തീർക്കണം.
തണലായി നിത്യവും വരവില്ലല്ലോ കൊല്ലത്തിലൊരു തവണ മരിക്കാതെ ഇരുന്നെങ്കിലോ കാലക്കുള്ളിക്കാലത്ത് നാട്ടിലേക്ക് വിളക്കായി വീട്ടിലേക്ക് തണലായി നൂറ്റാണ്ട് വാഴണം നൂറോളം കുളിക്കണം മഴ മഴ പൊലിയല്ലോ വാസുദേവൻ തൃപ്പടിക്ക് ആരെങ്കിലും പേര് പറയണമെങ്കിൽ തരാം പാട്ടിപ്പാടും ഗീത വീട്ടില് പിന്നെ ആരെയുണ്ടോ വീടുടയ ഗീതമകള് നൂറ്റാണ്ട് വാഴണം നൂറ്റാണ്ട് വാഴണം നൂറോണം കുളിക്കണം അതിലുള്ള കുഞ്ചുമക്കള് നൂറ്റാണ്ട് വാഴണം കണി കൊടുക്കണം കടപ്പാകം തീർക്കണം കോടി കൊടുത്തു നിങ്ങൾ കോടിപ്പാകം തീർക്കണം സന്തതി തറവാട് എന്നെന്നും നിലനിൽക്കണം നാൽക്കാലി ധനദ്രവ്യം വർദ്ധിക്കണം മേൽക്കുമേ വിത്തോട് വല്ലികളും വർദ്ധിക്കണം എന്നെന്നും നൂറ്റാണ്ട് വാഴണം നൂറോളം കുളിക്കണം വീട്ടിലേക്ക് വിളക്കായി നാട്ടിലേക്ക് തണലായി വീടുടയ പൊന്നുമക്കള് നൂറ്റാണ്ട് വാഴണം നൂറ്റാണ്ട് വാഴണം നൂറോളം കുളിക്കണം പേര് പറയ്. രാജേന്ദ്രൻ വൈഫിന്റെ പേര് ആരിന്റെ ആരിന്റെ തിരുനാമം പാടണേ വീടുടയ രാജേന്ദ്രേട്ടന്റെ തിരുനാമം പാടണേ അതിലുള്ള ഷിജമകള് നൂറ്റാണ്ട് വാഴണം അതിലുള്ള ഷിജമകള് നൂറ്റാണ്ട് വാഴണം
അറിയാതെ ഇരുന്നെങ്കിലോ കാലക്കൊള്ളിക്കാലത്ത് ഇനി ഉണ്ടായിരിക്കെങ്കിലും പാടണം, പേരെടുത്ത് പാടണ ഗീത തമ്പി. തീരാണം തിരുവോണം തളിർന്ന നല്ലോണം നല്ലോണം നാവിറന്നാൽ മനുഷ്യക്കലങ്കാരം ആരിന്റെ ആരിന്റെ തിരുനാമം പാടണേ വീടുടയ ഗീത തമ്പി കാട് വാഴണം നൂറ്റാണ്ട് വാഴണം നൂറോണം കുടിക്കണം വീട്ടിലേക്ക് വിളക്കായി നാട്ടിലേക്ക് തണലായി വാഴ വാഴ പോലിയല്ലോ വാസുദേവൻ പഠിക്കേ പാലക്കാടിന്റെ തലത് കലാരൂപം പോരാട്ടം നാടകം അത് എന്താണ് നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞ് പാടുന്നത്. സാരിഗമ പരിപവമ മരിനി സരി സാരിഗമ പരിപവമ മരിനി സരി മഗമ പരിപവഗ മരിനി സരി സരിഗമ പഗമ പസാരി പമരിനി സ രിസനി പസാനി പമരി പമരി സരിഗമ പസനി സരി സരി പമരി സ രിസനി നി പവമ മരിനി സരി സരി സമഗമ മരി പസനി രി സമരി സനി മരി സാനി പവഗ മരി സരി സ്വാമി നാദം വരെ ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരുവനവേ വന്നോ ഇരുവിനെ തീർക്കും യമനയും വെല്ലും തിരുവടിயை കാണ വന്നോ. കറക്കടാ, നമുക്കിത് അക്കങ്ങൾ കൊണ്ടൊന്ന് പാടി നോക്കിയാലോ. നമുക്കിതൊരു ഒരു അക്കങ്ങൾ കൊണ്ടൊരു മാപ്പിളപ്പാട്ട് പാടിയാലോ, ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ടാണ്. നോക്ക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എന്നാലും പറ്റുള്ളൂ. നമ്മൾ ആള് കുറവുള്ളൂ എങ്കിൽ നമുക്കത് കളർഫുൾ ആക്കണേ നിങ്ങൾ കൂടി നമ്മളോടൊപ്പം ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 1 2 1 2 പാടാൻ പറ്റുന്നവര് 1 2 3 4 5 6 7 8 9 10 11 12 ആര് നിങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത്, പിന്നെ ഞാനെങ്ങനെ പോകണം? ഇത് നമുക്ക് ആ ഇരുമുടി താങ്കി പാടിയില്ലേ പള്ളിക്കെട്ട്, അക്കങ്ങൾ കൊണ്ട് അങ്ങനെ ഒന്ന് എടുത്താലോ? നോക്ക, പറയൂ, എല്ലാവരും പറയൂ. കുറച്ചു പേർക്ക് ഭയങ്കര വിഷമം പോലെ ഉണ്ടല്ലോ, ഉണ്ടോ മനോവിഷമം? 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5. പാലക്കാട് ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അപ്പൊ പാട്ടും ഇഷ്ടമാവൂലേ? കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മന്റെ പാലക്കാട്. കാടുമലകളും കൂടി, ഇത് മാത്രം പറഞ്ഞു.
എല്ലാവരും പാടണം, എല്ലാവരും കൈയടിക്കും, എന്നാലും കുറച്ച് ഓളം ഉണ്ടാവുള്ളൂ. അതെന്താണ് നിങ്ങൾ ആദ്യം തന്നെ കരുതുന്നു? കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാടുമരങ്ങളും ഏറെയുണ്ട്. തോടും പുഴകളും കാവുകളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. ഒന്നുകൂടി. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട്, കള്ളുമുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട്, കള്ളുമുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ, കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ, തെന്മറവല്ലങ്ങി ദേശവേല. കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ, കേൾവി കേട്ടൊരു വേലയതുണ്ടല്ലോ, തെന്മറവല്ലങ്ങി ദേശവേല. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. പെരുമയുള്ളൊരു ചിറ്റൂരുണ്ടല്ലോ, പെരുമയുള്ളൊരു ചിറ്റൂരുണ്ടല്ലോ, കൊങ്ങമ്പട എന്ന ദേശവേല. പെരുമയുള്ളൊരു ചിറ്റൂരുണ്ടല്ലോ, പെരുമയുള്ളൊരു ചിറ്റൂരുണ്ടല്ലോ, കൊങ്ങമ്പട എന്ന ദേശവേല. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. തേരട് വീതികളുണ്ട് പാലക്കാട്ടിൽ, തേരട് വീതികളുണ്ട് പാലക്കാട്ടിൽ, വേലയും പൂരങ്ങളേറെയുണ്ട്. തേരട് വീതികളുണ്ട് പാലക്കാട്ടിൽ, തേരട് വീതികളുണ്ട് പാലക്കാട്ടിൽ, വേലയും പൂരങ്ങളേറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. ആദിപുതിശ്ശേരി വേലക്കാവേറുമ്പോൾ, ആദിപുതിശ്ശേരി വേലക്കാവേറുമ്പോൾ അന്തം കോങ്ങാട്ടിലാണെന്നറിയാം. ആദിപുതിശ്ശേരി വേലക്കാവേറുമ്പോൾ, ആദിപുതിശ്ശേരി വേലക്കാവേറുമ്പോൾ അന്തം കോങ്ങാട്ടിലാണെന്നറിയാം. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. ശ്രീരാജമാതംഗി ചാമുണ്ടേശ്വരി, ശ്രീരാജമാതംഗി ചാമുണ്ടേശ്വരി
നാരായണി ലക്ഷ്യം ചുഗൗരി ശ്രീരാജമാതംഗി ചാമുണ്ടേശ്വരി നാരായണി ലക്ഷ്യം ചുഗൗരി സ്വരൂപം ചാമരാജേന്ദ്രതനയ മാലാരി പൂജാദുരന്ദര ശ്രീകൃഷ്ണരാജേന്ദ്രോനി ശ്രീരാജമാതംഗി ചാമുണ്ടേശ്വരി. ഫലമോടു നവരസലഹരി ജനനീ നിൻപദം മൃദുലാസ്യധനിയാലഖിലം തരൂ വിഹാലനം സകലേശ്വരി നിയതാമൃത അഴലിൽ തുണയായി പരമായി പ്രതിലയ ഹരമോഹിനിയായി ശ്രുതജനപാലകയ മഹേശ്വരി. ഒളിക്കുന്നുവോ വിഴിക്കുമ്പിളിൽ ഓരായിരം കടുത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ ഒരു തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ വിഴിക്കുമ്പിളിൽ ഓരായിരം കടുത്തുമ്പികൾ മലച്ചുണ്ടിൽ കവിയുന്നോ
മോഹക്കായിൽ മൂടി വെള്ളമാടു നീ പായിപ്പാട്ടയോടി വെള്ളമായൊരരുത് മോഹക്കായിൽ മൂടി വെള്ളമാടു നീ മുഴക്കോലു പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോടെന്താണീ പാവം മിഴുങ്ങുന്നൊരേ നുണുങ്ങോളമേ ഒളിക്കുന്നോ ഓരായിരം കളിത്തുമ്പികൾ പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവേ നീ കുടന്ന മഞ്ഞുമായി പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവേ നീ കുടഞ്ഞ മഞ്ഞു നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ ഒരിക്കൽ നിൻ കോപം കൂട്ടും നാമം നീട്ടിയ മനക്കൂട്ടിലേ മണിപ്പൈകിലേ ഒളിക്കുന്നു ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ ഒരു തുള്ളു ചുണ്ടിൽ മാപ്പുതി തരൂ 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 ഒളിക്കുന്നുവോ ഇരിക്കുമ്പിലേ ഓരായിരം കളിത്തുമ്പികൾ സാമ്യമകന്നോരു ധ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ മഞ്ജുതരയുടെ മഞ്ഞിൽ പുഞ്ചകുടീരങ്ങളിൽ മഞ്ജുതരയുടെ മഞ്ഞിൽ പുഞ്ചകുടീരങ്ങളിൽ രാഗേന്ദുമുഖികൾ ലാളിച്ചു വളർത്തും രോമഹർഷങ്ങളെ നിങ്ങൾ പൂവിടർത്തിയ മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ കച്ചമണികൾ നൃത്തം വയ്ക്കും
വൃശ്ചികരാവുകളിൽ രാഗേന്ദുമുഖികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ നിങ്ങൾ പൂവിടത്തിയ മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോ രുദ്യാനമേ. പോരൂ പോരൂ എന്നോട് തുടരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവ് കണ്ടു ചിരിക്കുമിരവുകളെ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവ് കണ്ടു ചിരിക്കുമിരവുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നുവരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നുവരൂ ഒരു കുടന്ന നിലാവ് കൊണ്ട് ചെറുകയിൽ കുളിർത്തീർത്ഥമാടിയ നിശകളെ നിഴലുമായിണ ചേർന്നു നൃത്തം ചെയ്ത പകലുകളെ പോരൂ പോരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നുവരൂ തുളസി വെറ്റില തിന്നു ചുണ്ടു തുടുത്ത സന്ധ്യകളെ തുയിലുണർത്താൻ വന്നോരോണം കിളികളെ നന്ദി അമൃതവർഷിണിയായ വർഷാകാല മുകിലുകളെ ഹൃദയമെരിയ മലരായി പൂത്തിറങ്ങിയ വേദനേ നന്ദി യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നുവരൂ എന്റെ വഴികളിൽ മൂകസാന്ത്വനമായ പൂകളെ എന്റെ മിഴികളിൽ വീണുടഞ്ഞ കിനാക്കളെ നന്ദി മധുരമാതേയമായി തീർക്കനികൾ തരുക്കളെ കളരിയുണർത്താകിയ പരമമാക്കാരികളെ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവ് കണ്ടു ചിരിക്കുമിരവുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നുവരൂ
തുടരും ശുഭയാത്ര തുടരും. La la la
നെഞ്ചു പൊട്ടി പാടണതൊറ്റം പാട്ട് നിന്റെയുള്ള മരിയണയതു കേട്ട് കേട്ട് എന്റെ കൊണ്ടു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും നീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ എന്റെ നെഞ്ചു പൊട്ടി പാടണതൊറ്റം പാട്ട് നിന്നെയുള്ള മരിയണയതു കേട്ടു കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും നീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം പൂവിളി പൊൻവിളി നീയത് കേട്ടോ പൂത്തു നിൽക്കും ഒരു പുന്നാരപ്പൂവേ പൂവേ പത്തമ്പീറം പത്താം ദിനമോണം അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം പൂവേ ഊഞ്ഞാലിലാടാൻ വന്നീരും നാടടി പൊന്നോണപ്പൂവേ പൂവേ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം പൂവേ തുമ്പി തുള്ളി കളിച്ചിടാം വന്നെങ്കിൽ നിന്നൊപ്പം ഞാനും ഒന്നാടാം
താമരക്കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കേട്ടോ കുടിയാലും മക്കളും ചെണ്ട ചകിലയാലും മക്കളുമായി ഒന്ന് നാടറിയണ വേണ്ടി കേട്ടോ അല്ലിക്കൊടിയേ ചെല്ലക്കുടമേ കുറുമ്പ് ചക്കര പുത്തിരി വളക്കിരിക്കണ കുഞ്ഞോളെ ചിരി പൊടിക്കണ മുത്തോലെ വഴിയിൽ പൂത്ത് വെക്കണ പൊന്നാരെ ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവരാണ് അവതരിക്കിൽ ചൊന്ന കരിയത്താമേ
ചന്തേ